ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ജിഷ മേരി, ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാണ്. കണ്ണിൻ്റെ പുറം ഭാഗത്തുള്ള നേർത്ത ആവരണം കൺജങ്ക്റ്റൈവ, ഇതിന് അണുബാധയോ അലർജിയോ ഉണ്ടാകുമ്പോഴാണ് ചെങ്കണ്ണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നു. വൈറസ്, ബാക്ടീരിയ, അലർജി ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. രോഗബാധയുള്ള ആളുമായിട്ട് അടുത്ത സമ്പർക്കം ഉണ്ടാകുക, അയാൾ ഉപയോഗിച്ച തൂവാല, തലയണ, ഉടുപ്പുകൾ, തോർത്ത് ഇതൊക്കെ പങ്കുവെക്കുന്നതിലൂടെ ചെങ്കണ്ണ് പടരാം. മെയിനായിട്ട് വൈറസ് ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ അത് കാണുന്നത്. കണ്ണ് ചുവന്ന് തടിക്കുക, കണ്ണിൽ നിന്ന് എക്സസ് ആയിട്ട് കണ്ണുനീര് വരിക, കണ്ണിന് ചൊറിച്ചിൽ, എരിച്ചിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ എക്സസ് ആയിട്ട് പീള ഉണ്ടാവുക, വെളിച്ചത്തേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, കണ്ണിന് വേദന, ഇതൊക്കെയാണ് സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ. കൃത്യമായ ചികിത്സ എടുത്തില്ല എന്നുണ്ടെങ്കിൽ കാഴ്ച മങ്ങുക, കടുത്ത വേദന, കണ്ണിന് നീർക്കെട്ട് ഇവയൊക്കെ ഉണ്ടാകാനും കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടാനും സാധ്യതയുള്ള രോഗമായതിനാൽ അത്യാവശ്യത്തിന് നമ്മൾ മരുന്നുകൾ എടുക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകണം. രോഗിയുടെ കണ്ണ് തിരുമാൻ അനുവദിക്കരുത്. അതുപോലെ വ്യക്തിപരമായ തൂവാലയും തലയിണയും ഉടുപ്പുകളും ഒക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കണ്ണ് അടച്ചു പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം കൊണ്ട് കഴുകി കൊടുക്കുന്നത് നല്ലതാണ്. കണ്ണ് തുറന്നു പിടിച്ചൊരിക്കലും കഴുകരുത്, കണ്ണ് അടച്ചു പിടിച്ച്. ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശമല്ലാതെ ഒരു കാരണവശാലും ഐട്രോപ്പോൾ ഉപയോഗിക്കരുത്. കാരണം ഇപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസും വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മരുന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് മരുന്ന് കഴിച്ച് ബുദ്ധിമുട്ടായി കൂടുതലായിട്ടൊക്കെ വരുന്നുണ്ട്. ഹോമിയോപ്പതിയിലാണെങ്കിൽ നമ്മൾ വ്യക്തിപരമായ മെഡിസിൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബെലഡോണ, യൂഫ്രേഷ്യ, അർജിന, നൈട്രിക്കം, പൽസെറ്റില തുടങ്ങിയ മരുന്നുകളൊക്കെ സാഹചര്യം അനുസരിച്ച് രോഗിയുടെ ലക്ഷണങ്ങൾ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സ്വയം മരുന്ന് കഴിക്കരുത്. യോഗ്യരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. അതുപോലെ കണ്ണിലൊഴിക്കുന്ന മരുന്നുകളും അതുപോലെ തന്നെ സ്വീകരിക്കാവുള്ളൂ. കാരണം കണ്ണിനൊരു പ്രശ്നം വന്നാൽ നമുക്കത് മാറ്റിയെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ശുചിത്വം പാലിക്കുകയും കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്താലും വളരെ പെട്ടെന്ന് പുറത്ത് കിടക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. എത്രയും പെട്ടെന്ന് മരുന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷ.